ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ദോശയ്ക്ക് ഇഡ്ഡലിക്കും പറ്റിയ ഒരു ചമ്മന്തിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് എള്ളം, കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് പുളി, പിന്നെ ഒരു ചെറിയ 2 സവാളയാണ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സവാളയുടെ നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ചെറിയ ഉരുള പുളി കൂടി ചേർത്ത് കൊടുക്കാം. വഴറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി. കപ്പലണ്ടിയിലൊക്കെ നിറയെ എണ്ണ ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു 2-3 സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. എള്ളിന് ചെറിയൊരു കയ്പ്പ് രസമാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മാത്രം മതി. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എള്ളെല്ലാം പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. വേണമെങ്കിൽ മാത്രം നമുക്ക് കടുകെല്ലാം വറുത്തിടാം. ഞാനിപ്പോൾ കടുകിന് പകരം ജീരകവും കുറച്ച് കറിവേപ്പിലയുമാണ് വറുത്തിട്ടിരിക്കുന്നത്. നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ചട്നിയാണ്, വളരെ ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.